ഹലോ മൈ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് കാൽഗരിയിലാണ്. നമ്മളിന്നൊരു 5 o'clock ഒക്കെ ആയപ്പോൾ തന്നെ ഇവിടെ ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് കോസ്കോയിൽ പോയി കുറച്ച് ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് ഇന്നലത്തെ ഡേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ. ഇവിടുത്തെ ഒൻറ്റാരിയോയിലും ടൈം ഡിഫറൻസ് ഉണ്ട്. ഇപ്പം അവിടെ 10 മണിയാണ്, ഇവിടെ ഇപ്പോൾ 8 മണി ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകുവാണ്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി തുടരാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പിന്നാമ്പുറ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ബൈ ബൈ. കന്നഡയിൽ പറ. എനിക്ക് നാണം വരും. എങ്ങനെ പറയാ കന്നഡയില്? വെൽക്കം ടു കാൽഗറി. സ്വാഗത, കാൽഗರಿಗೆ സ്വാഗത. ഓ, എല്ലാരും ബാംഗ്ലൂരുകാരാട്ടെ. ഇപ്പൊ ഫോട്ടോ എടുത്താലേ ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. ഇച്ചിരി തല വെച്ച് അങ്ങോട്ട് അത്ര വേണ്ട. ഇച്ചിരി ഷോൾഡർ ഡൗൺ, ചിൻ അപ്പ്, പൊടിക്ക് സ്മൈൽ. അങ്ങനെ രാവിലത്തെ ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ സമയം രാവിലെ 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴിയിൽ വെച്ച് ടിം ഹോട്ടൻസ് കണ്ടപ്പോൾ രാവിലത്തെ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അതിൻ്റെ രൂപം മാറിയെന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. പെട്ടെന്ന് ഇതുപോലത്തെ മൗണ്ടെയിൻസ് ഒക്കെ അപ്രത്യക്ഷമല്ലല്ലോ, പ്രത്യക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങി. ഈ മലകൾ കണ്ടപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ ഒരു വൈറ്റ് ഷെയ്ഡ് നമ്മൾ ആദ്യം വിചാരിച്ചു സ്നോ ആണെന്ന്. പക്ഷെ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൺലൈറ്റ് അടിച്ചിട്ടുള്ള എന്തോ ഒരു റിഫ്ലക്ഷൻ കാരണമാണ് ഇങ്ങനെ വരുന്നത്. അല്ലാണ്ട് സ്നോ ഉള്ള മൗണ്ടെയിൻസും ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു സീനറി ഉള്ള സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. ഒരു സൈഡിൽ വലിയ മല, അത് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ ഡിക്രീസ് ആയി വരുന്ന കാണാം. മറ്റേ സൈഡിലാണെങ്കിൽ നല്ല തെളിഞ്ഞ പച്ച വെള്ളം എന്നല്ല, നീല വെള്ളം എന്ന് വിളിക്കാൻ എനിക്കതിന് തോന്നുന്നേ. അടിപൊളി, അടിപൊളി. നമ്മൾ ഈ പടത്തിലൊക്കെ കാണിയല്ലേ, അതേപോലെ ഉണ്ട്. അത് തന്നെ, അവിടുത്തെ ക്ലാസ്മേറ്റിന്റെ നോട്ട്ബുക്കിലൊക്കെ കാണുന്ന പോലെ. പുറം പേജ് അല്ലേ? പുറം പേജ് പോലെ തന്നെ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണിത്. നമ്മൾ കാണാൻ പോകുന്ന പൂരത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതിനി ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊരു ചെക്ക് പോയിന്റ് ആണ്. നമ്മളിപ്പോൾ ബാൻഫ് നാഷണൽ പാർക്കിലേക്ക് കയറാൻ വേണ്ടി പോകുവാണ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്രൊസീജിയറുണ്ട്. നമ്മൾ എത്ര പേരാണുള്ളത്, നമ്മുടെ എത്ര ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്, അങ്ങനെ സംഭവങ്ങളൊക്കെ അവർ നമ്മളോട് ചോദിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇവിടെ പേ ചെയ്യണം. പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് റെസിപ്റ്റ് തരും. അത് കാറിൻ്റെ വിൻഷീൽഡിൽ ഒട്ടിച്ച് വെക്കണം. ഇനി അങ്ങോട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ഓരോ ചെക്ക് പോയിൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അവിടെ ഈ റെസിപ്റ്റ് അവർ ചെക്ക് ചെയ്യും. കാനഡയിലെ ഫസ്റ്റ് നാഷണൽ പാർക്കും വേൾഡിൽ തന്നെ 3rd നാഷണൽ പാർക്കുമാണ് ബാൻഫ് നാഷണൽ പാർക്ക്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ലേക്ക് മിൻവങ്ക. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ബാൻഫിൽ ലാർജസ്റ്റ് ലേക്ക് എന്ന് പറയുന്നത് ഈ ലേക്കാണ്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. നമ്മൾ 8 മണിക്ക് യാത്ര തുടങ്ങിയതാണ്. ഓൾമോസ്റ്റ് ഒരു 3 അവർ എടുത്തു നമുക്കിവിടെ എത്താനായിട്ട്. നമുക്കിവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നത് 16 ഡിഗ്രി ആണ്. പക്ഷേ ചെറിയ തണുപ്പുണ്ട്. മോസ്റ്റ്ലി ജാക്കറ്റും കോട്ടൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ നല്ല വെയിലും ഉണ്ട്. തണുപ്പാണോ? ഓ, അത് 2-3 വട്ടം പോയില്ലേ അങ്ങനെ? എല്ലാരും കല്ല് പുറക്കുന്ന തിരക്കിലാണ് ഗൈസ്. അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വട്ടം, കഴിവുള്ളവരാണെങ്കിൽ 2-3 വട്ടം കല്ല് പോകും എന്നാണ് കാണിക്കുന്നത്. സ്റ്റെഫീന്റെ നടന്നില്ല, അമ്മയുടെ നോക്കാം. 5 പ്രാവശ്യം പോകുന്നാണ് അമ്മ പറഞ്ഞത്. ഇല്ല, ഒറ്റ വട്ടേ പോയുള്ളൂ. ദാച്ചാച്ചൻ വരുന്നു, പോയില്ല. പേര് പോകുന്നോണ്ട് എനിക്കങ്ങനെ ബാക്കിലിരിക്കുന്ന ആളെ പിന്നെ തുഴയുന്നുണ്ട്. ഭയങ്കര ഭംഗി, എന്ത് രസമാണ്. നല്ല ഗ്രീൻ കളറായിട്ട്. ഈ കൂളിംഗ് ഗ്ലാസ് എടുത്തു കഴിയുമ്പോൾ നല്ല
പച്ചപ്പാ നല്ലൊരു പക്ഷെ ഗ്ലാസ്സിൽ നിൽക്കാൻ പറ്റത്തില്ല. ഗ്ലാസ്സിലാ നിക്കത്തില്ല, ഭയങ്കര ചൂട്. ചൂടല്ല, ഭയങ്കര കാഠിന്യമുള്ള വെയിലാ അടിക്കുന്നത്. വെയില് മോന്തയ്ക്ക് പിടിക്കുമ്പോ ഒരു പൊള്ളുന്ന ചൂടാ അത്. ഈ ഒരു വെള്ളം, മൗണ്ടെയിൻ, ഇതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമ്മൾ നേരത്തെ നിന്ന ബ്രിഡ്ജാണ് ആ കാണുന്നത്. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ക്രൂയിസ് സർവീസ് ഉണ്ട്. നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ എബൌട്ട് ലൈക്ക് 1 hour ഇവർ നമ്മളെ ഈ ലേക്കിന് ചുറ്റും കൊണ്ട് കാണിച്ചു തരും. അതല്ലെങ്കിൽ ബോട്ട് റെന്റൽ സർവീസും ഇവിടെയുണ്ട്. നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ബോട്ട് റെന്റിന് എടുത്തിട്ട് നമുക്ക് ഈ ലേക്കിലൂടെ കയാക്കിംഗ് ചെയ്യാനും പറ്റും. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് പേരൊക്കെ ഇവിടെ കയാക്കിംഗ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 12 മണി വരെ നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി ഇവിടുന്ന് നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം. അവിടുന്ന് ഒരു വീഡിയോ, ഇവിടുന്ന് ഒരു വീഡിയോ. ഉച്ചയ്ക്ക് കഴിക്കാൻ സാലഡ്, കോഴി പൊരിച്ചത്, പൊരിക്കാത്തത്, സ്റ്റെഫിനെ കാണുന്നില്ല. സ്ട്രോബെറി ഉണ്ട്, അതെ, സ്ട്രോബെറി ഉണ്ട്. അമ്മ കടിച്ചു പറക്കുന്നൊക്കെയാ. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. ഇതിനകത്തുണ്ടോ അച്ചാച്ചൻ? ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് ടു ജാക്ക് ലേക്ക്. നേരത്തെ കണ്ട ലേക്കിൽ നിന്ന് 4 minute ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഈ ലേക്കിലേക്ക്. അതുകൊണ്ട് തന്നെ മറ്റേ ലേക്കിൻ്റെ ബാക്കിയാണോ ഈ ലേക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആംബിയൻസേ വേറെയാണ്. കുറച്ചുകൂടെ ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കിവിടെ മുകളിൽ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്ത് ഈ കാണുന്ന വഴി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ താഴെയും വേറെ പാർക്കിംഗ് ഉണ്ട്. സ്വന്തമായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ ചില്ല് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു സ്പേസാണിത്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കൂടുതൽ കാണാൻ വേണ്ടി പറ്റിയത്. നമുക്കങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് പറ്റിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും ആയിട്ടല്ല വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട നല്ലൊരു കല്ല് അച്ചാച്ചനെ അമ്മയും പിടിച്ചെടുത്തു. ഇവിടുത്തെ ഈ റോക്കി മൗണ്ടെയിൻസ്, ടർക്കോയ്സ് കളറുള്ള ലേക്ക്, ഇതൊക്കെയാണ് ഈ നാഷണൽ പാർക്കിനെ ഇത്രയേറെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പച്ചപ്പും ഹരിതാപവും ഉള്ള സ്ഥലം. അങ്ങനെ നമ്മൾ നമ്മുടെ 3rd ലൊക്കേഷനിൽ എത്തിയിരിക്കുവാണ്. ഇത് ടണൽ മൗണ്ടെയിൻ സബ്മിറ്റ്. ഇത് ഹൈക്കിങ്ങിന് പറ്റിയൊരു സ്പോട്ടാണ്. ഈ മല വലിഞ്ഞു കയറാൻ ഒട്ടും താല്പര്യം കാണിക്കാതെ അച്ചാച്ചനും അമ്മയും അവിടെ മാറിയിരിപ്പുണ്ട്. ഏ ജവാനി ഹേ ദിവാനി എന്നാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 4 പേരും ഇത് വലിഞ്ഞു കയറാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുമില്ല. കാരണം എനിക്ക് അതിനുള്ള സ്റ്റാമിന ഇല്ല. പക്ഷേ എന്തായാലും ഇത്രയും ദൂരം നമ്മൾ വന്നാണല്ലോ, ചെയ്ത് നോക്കാം എന്ന് തോന്നി നമ്മൾ എന്തായാലും കയറാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിലെയാണ് നമ്മളിപ്പോൾ വന്നത്. ഇനി ഇത് ഫുള്ളും കയറാനുണ്ട്. അവിടുന്ന് അത്രയും നമ്മൾ കഴിഞ്ഞു. ഇനി കുറച്ചുണ്ടിട്ട് ഇത് കയറാനായിട്ട്. ഗൈസ്, ഇത് വിചാരിച്ച പോലെയല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനിയും 1.5 kilometer നമുക്ക് പോകാനുണ്ട് എന്നാണ് പറയുന്നത്. പകുതി ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണിത്. ആ കാണുന്നത് ലേക്കാണ്. ഇനി നമുക്ക് ഇത് നമ്മൾ വന്ന വഴി, ഇനി കയറി പോകാനുള്ളതാണ് ഈ വഴി. അതങ്ങനെ മുകളിലേക്ക് കയറി പോകും. ഓ, സ്റ്റെഫി സൂക്ഷിച്ച്. ഇവിടെ വന്നപ്പോൾ ഇതേപോലത്തെ പാറകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ആൽഫി ഓടി വന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓടി വരാൻ പറ്റില്ല ഗൈസ്, 10K പറ്റത്തുള്ളൂ. എത്തിയെന്ന് തോന്നുന്നു, അതാണ് സ്റ്റെഫി ഇങ്ങനെ ഓടുന്നത്. എൻ്റെ അമ്മ വിഷയമാട്ടോ. ഇവിടെ കാണിക്കാവേ, ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ നേരത്തെ കാണിച്ച ലേക്ക്, ബ്രിഡ്ജ്, മല, സ്നോ. അടിപൊളി. ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് വ്യൂ. ഇങ്ങോട്ട് എത്തിയപ്പോൾ ഈ വഴിയുടെ രൂപം തന്നെ മാറി. ഫുൾ റോക്സ്, ട്രീ. എത്താനായെന്ന് തോന്നുന്നു. ഒരു രസമുണ്ട്. ഇപ്പം ബ്രീത്ത് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര മോശമായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സ്റ്റെഫി കയറിയിട്ട്? അതെ, വ്യൂ പൊളി, പക്ഷെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫാന്റാസ്റ്റിക്. അതെ, വലിഞ്ഞ് കയറുന്നതിന് ആ കൈ പൊക്കണം. കാണാൻ പറ്റിയ അടിപൊളി വ്യൂ ഉണ്ട്. ഓ, നമ്മളിങ്ങനെ സത്യമായിട്ടും പറയുക, നമ്മളിങ്ങനെ കയറും തോറും ഈ വ്യൂ കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട്. അതിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ എന്താ പറയുക കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയാ. ഇനി കുറച്ചും കൂടെ ഉണ്ട് കയറാനെന്ന് തോന്നുന്നു. കഴിഞ്ഞോ? കയറി കഴിഞ്ഞോ? ഇനിയില്ലേ? കയറാനില്ലേ? കഴിഞ്ഞാ? കഴിഞ്ഞില്ലേ? ഗൈസ്, ഇതാണ് വ്യൂ. ഇനി ഫൈനൽ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ വ്യൂ എന്നാണ് പറയുന്നത്. അല്ല, ഇത്രയും വരെ കയറാനുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ഫൈനൽ വ്യൂ. ചെറിയൊരു നദി ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ പൊന്നോ, കിടുക്കൻ വ്യൂ എന്ന് പറഞ്ഞാൽ കിടുക്കൻ വ്യൂ ആണ്. ഇതിൻ്റെ കളറൊന്നും ശരിക്കും ഫോട്ടോയിൽ കാണുന്ന കളറല്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ. വലിയൊരു മല, ആ മലകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാണിച്ച വ്യൂ കണ്ട് ജസ്റ്റ് ഒന്ന് തല തിരിച്ചതാണ്. അപ്പം കണ്ടത് ഈ മലയാണ്. മലയിൽ 2 പേര് ഹൈക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല. അവരാ മല കയറുകയാണ്. ഞങ്ങൾ ഇത്രയും നേരം ഇത്രയും വലിയ മലകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ തമ്മിൽ പറയുന്നുണ്ടായിരുന്നു, ഈ മലയിലൊക്കെ ആരെങ്കിലും കയറുന്നുണ്ടാവുമോ, ഇതിന് മുകളിൽ എങ്ങനെയാണ് കയറി പറ്റുക എന്നൊക്കെ. പക്ഷേ 2 പേര് അവിടെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമ്മതിക്കണം, അവരുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. നമ്മൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയാണ് കാണാൻ. പക്ഷെ അത് കയറാൻ അത്യാവശ്യം നല്ല പണിയുണ്ട്, നല്ല ധൈര്യവും വേണം. സോ സോറി ഗൈസ്, മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ഡെഡായി, ചാർജ് തീർന്നു പോയി. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കാണിച്ച പോയിന്റ് അല്ല ശരിക്കും അവിടുത്തെ എൻഡ് പോയിന്റ്. കുറച്ചും കൂടെ മുകളിലേക്ക് കയറാനുണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. ആൾക്കാർ കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് കയറിയില്ല. ഞാൻ നിങ്ങൾ എന്താണോ കാണിച്ചത് അവിടെ വരെ ഞാൻ കയറിയുള്ളൂ. നമുക്ക് ആദ്യം നമ്മളായിരുന്നു അവിടെ എത്തിയത്. അപ്പം അതിന് മുകളിലേക്ക് വേറെ ആരും പോകുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അതാണ് ഏറ്റവും എന്താ പറയുക ടോപ്പ് പോയിന്റ് എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇനിയും കയറി പോകാനുണ്ടെന്ന്. കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ പകുതി ദൂരം പിന്നെയും കയറി. പിന്നെ ശരിക്കും മടുത്തു പോയി. പിന്നെ ഞങ്ങൾ കയറിയില്ല. ആൽഫിലും ജോയിലും കയറി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ എഴുതിയിട്ട് ബോർഡൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മളൊരു 3:30 ആയപ്പോൾ കയറിയതാണ്. ഇപ്പം സമയം 7:30 ഒൻറ്റാരിയോയിലായത്. ഞാൻ വാച്ചിൽ സമയം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെയും മാറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒൻറ്റാരിയോയിൽ 7:30 അപ്പോൾ 2 അവർ മൈനസ് ചെയ്യുമ്പോൾ 5:30. ഇവിടെ ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം കാറിൽ യാത്ര ചെയ്യുമായിരുന്നു. ഒരു കട പോലും ഇല്ല. വിശന്ന് പണ്ടാരടങ്ങി. ഇപ്പം ഇവിടെ എത്തിയപ്പോൾ KFC ഉണ്ട്, ടിമ്മുണ്ട്. അങ്ങനെ മടുത്തു പോയി. കുറച്ച് വിശക്കുന്നുണ്ടായിരുന്നു, കുറച്ച് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഒരു കടയില്ലെന്ന് പറഞ്ഞാൽ ഒരു കടയില്ല. വ്യൂ ഒക്കെ അടിപൊളിയാണ്. അതായത് നല്ല മൗണ്ടെയിൻ, അതിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡ് വരുന്നു. ഇത് തന്നെയായിരുന്നു മൊത്തം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കരടീനെ കണ്ടു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്. ആ കരടീനെ ഒരു വണ്ടി തട്ടുകയും ചെയ്തു. പക്ഷേ കരടിക്ക് കുഴപ്പമില്ല, കരടി ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി. ഇനി ഒരു സ്പോട്ട് കൂടെ കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഡേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ അവിടുന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ വന്ന് നമ്മൾ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്പോട്ടും കൂടെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അടുത്തായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നടന്നാണ് പോയത്. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ബ്രിഡ്ജ് തന്നെയാണ്. ഈ റിവറിന് എക്രോസ് ആയിട്ട് വരുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇത് ലോങ് വ്യൂ കാണാൻ വേണ്ടി അടിപൊളിയാണ്. പക്ഷെ നമ്മൾ രാവിലെ കണ്ട ഓരോ സ്പോട്ട് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എത്രയ്ക്ക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒൻറ്റാരിയോയിൽ തന്നെ വേറൊരു പ്രൊവിൻസാണ് ബ്രിട്ടീഷ് കൊളംബിയ. നമ്മളിപ്പോൾ ഈ പ്രൊവിൻസിൻ്റെ ബോർഡറിലാണ് ഉള്ളത്. ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജൊക്കെ BCൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് 2-3 ട്രെയിലൊക്കെ ഇവിടെയുണ്ട്.
നമുക്ക് ചില്ല് ചെയ്ത് നിൽക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. കാരണം ഇതിന് ചുറ്റും നമുക്ക് ഇഷ്ടംപോലെ കടകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് പോയതിൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമുള്ളത്? ഇന്ന് പോയതിലേതാ? അത് കാലം ഒരു മിനിറ്റോ മറന്നു സ്ഥലം. ആ, ഒരു മിനിറ്റ് വരാം. രാവിലെ തുടങ്ങി യാത്രയാ. എനിക്ക് തോന്നുന്നു രാവിലെ പോയാൽ അത് തന്നെയാ ഭംഗി. ഫസ്റ്റ് നമ്മള് ഭംഗി എന്ന് പറഞ്ഞാൽ മലനിരകളല്ലേ അടിപൊളി. ടൂജാക്ക് ലേക്ക്. ടൂജാക്കിലേക്കും നെനവാക്കാലേക്കും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ടുള്ള ട്രാവലും അതെനിക്ക് അത്ര അടിപൊളിയായി തോന്നിയില്ല. ഭയങ്കര വിശപ്പായിരുന്നു. അവിടെ എന്തോ സാധനം മറിഞ്ഞു വേണ്ട ഗൈസ്. അത് അടിപൊളിയായിരുന്നു. തിരിച്ചു വന്ന യാത്ര വിശന്നവർക്ക് കുറച്ച് അടിപൊളിത്തരം കുറവായിരുന്നു. ബട്ട് എന്താ വ്യൂ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാ മലകളും കുന്നുകളും പുഴയൊഴുക്കുകളും തന്നെയാണ്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെയാണ്. വെതർ അമ്മയ്ക്ക് ഭയങ്കര തണുപ്പാണ്. അമ്മ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.